സുപ്രീം കോടതി നിർദ്ദേശം പരിഗണിച്ച് കേരളത്തിന് 5000 കോടി നിബന്ധനകളോടെ അനുവദിക്കാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. അടുത്ത സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ 9 മാസത്തെ വായ്പാ പരിധിയിൽ നിന്നും ഈ തുക കുറവ് വരുത്തുമെന്ന് കേന്ദ്ര സർക്കാരിനു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വെങ്കിട്ടരാമൻ സുപ്രീം കോടതിയെ അറിയിച്ചു. അതേസമയം 5000 കോടി പോരെന്നും 10000 കോടിയെങ്കിലും അനുവദിക്കണമെന്നും കേരളത്തിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ആവശ്യപ്പെട്ടു. ഹർജി പരിഗണിക്കുന്നത് 21-ലേക്ക് മാറ്റി. കേരളത്തിന് 5000 കോടിക്കുള്ള അനുമതിയെ നൽകുള്ളൂവെന്ന് അതിന് തന്നെ കടുത്ത ഉപാധികൾ ഏർപ്പെടുത്തുമെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചു. കുറഞ്ഞത് 10000 കോടിക്കുള്ള അനുമതി വേണമെന്നും കർശന ഉപാധികളുടെ അടിസ്ഥാനത്തിൽ 5000 കോടി ആവശ്യമില്ലെന്നും കേരളം വ്യക്തമാക്കി. 5000 കോടി ഈ മാസം അനുവദിക്കാം എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത്. എന്നാൽ അത് അടുത്ത സാമ്പത്തിക വർഷത്തെ പരിധിയിൽ നിന്നും കുറയ്ക്കും. അടുത്ത സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ 9 മാസത്തെ വായ്പാ പരിധിയിൽ നിന്നും ഈ തുക കുറവ് വരുത്തുമെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വെങ്കിട്ടരാമൻ കോടതിയെ അറിയിച്ചു. സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ടാണ് ഈ തുക അനുവദിക്കുന്നത്. ആദ്യ 9 മാസത്തേക്ക് 21,664 കോടി മാത്രമേ അനുവദിക്കാനാകൂ. ഈ തുകയിൽ 15000 കോടി മുൻകൂറായി നൽകിയാൽ 6664 കോടിയേ ബാക്കിയുള്ളൂ. ഈ തുക കൊണ്ട് ശേഷിക്കുന്ന കാലയളവ് കൈകാര്യം ചെയ്യുക സംസ്ഥാന സർക്കാരിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുമെന്നും കേന്ദ്ര സർക്കാർ വാദിച്ചു. അടുത്ത സാമ്പത്തിക വർഷം കേരളത്തിന്റെ മൊത്തം ചെലവുകൾ നിയന്ത്രിക്കാൻ വേണ്ട ഉപാധികൾ ഏർപ്പെടുത്തുമെന്നാണ് കേന്ദ്രം അറിയിച്ചത്. കേരളം ബജറ്റിൽ പ്രഖ്യാപിച്ച പ്ലാൻ ബിയുടെ വിശദാംശങ്ങൾ അറിയിക്കണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ഉപാധികൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന നിലപാട് കേരളം വ്യക്തമാക്കി. ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ കേന്ദ്രം നൽകാമെന്ന് പറഞ്ഞ 5000 കോടി വാങ്ങിക്കൂടെയെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചു. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരാണ് വഴി കാണേണ്ടതെന്ന് കേന്ദ്രം അഭിപ്രായപ്പെട്ടു. വായ്പാ പരിധി വിഷയത്തിൽ എല്ലാ സംസ്ഥാനങ്ങളോടും ഒരേ നിലപാടാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. ഇതിൽ ഒരു വിവേചനവും കേന്ദ്രം കാണിച്ചിട്ടില്ലെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറഞ്ഞു. 21-ന് കേരളത്തിന്റെ ഹർജിയിൽ വിശദവാദം കേൾക്കാനാണ് കോടതിയുടെ തീരുമാനം. കേരളത്തിന്റെ സവിശേഷ സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനത്തിന് ആശ്വാസമേകുന്ന പ്രത്യേക പാക്കേജ് നടപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. 19,370 കോടി രൂപയാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.